തിരിച്ചുവരവിന്റെ ശംഖോലി. സെൻസെക്സ് 73,800, നിഫ്റ്റി 22,900 ബ്രേക്കൌട്ട്. വിപണി ഇനി എങ്ങോട്ട്? ഇന്ത്യൻ വിപണി ഇന്ന് എക്സ്ക്ലൂസീവ് 1 ഏപ്രിൽ 2026. നമസ്കാരം പ്രിയ നിക്ഷേപകരെ. പുതുവർഷത്തിന്റെ പുലരിയിൽ പുതിയ സാമ്പത്തിക വർഷത്തിന് 27 ഭാരതീയ ഓഹരി വിപണി നൽകിയത് ഉജ്ജ്വലമായ ഒരു വരവേൽപ്പാണ്. മാർച്ചിലെ കടുത്ത വേനലിൽ തളർന്ന വിപണിയിലേക്ക് ഏപ്രിലിലെ ആദ്യ ദിനം കാളക്കൂറ്റന്മാരുടെ പടയോട്ടമാണ് നാം കണ്ടത്. ഒരു വൻ കുതിച്ചുചാട്ടത്തിന് വിപണി തയ്യാറെടുക്കുകയാണോ? ഇന്നത്തെ വിപണി വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഒരു വിപണി അവലോകനം. കാളക്കൂറ്റന്മാരുടെ സംഹാരതാണ്ഡവം. ഇന്ന് ഇന്ത്യൻ വിപണിയിൽ കണ്ടത് ശക്തമായ ഒരു തിരിച്ചുവരവാണ്. വ്യാപാരം ആരംഭിച്ച നിമിഷം മുതൽ സെൻസെക്സും നിഫ്റ്റിയും ആവേശത്തിലായിരുന്നു. 1186 പോയിന്റുകൾ ഉയർന്ന് 73,134 വ്യാപാരം അവസാനിപ്പിച്ചു. ഇന്നത്തെ ഏറ്റവും ഉയർന്ന നില 73,847. 348 പോയിന്റുകൾ നേട്ടമുണ്ടാക്കി 22,679 എത്തി. ഇന്നത്തെ ഉയരം 22,941. ആഗോളതലത്തിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ അയുന്നതാണ് വിപണിയിൽ ഈ ബുൾ റൺ പ്രകടമാകാൻ പ്രധാന കാരണം. 2. ബ്രേക്കൌട്ട് വിശകലനം. നിഫ്റ്റി 22,900 കടന്നത് എന്തിന്റെ സൂചന? നിഫ്റ്റി ഇന്ന് 22,900 എന്ന നിർണായകമായ മനഃശാസ്ത്രപരമായ പ്രതിരോധം തകർത്തു മുന്നേറി. സാങ്കേതികമായി പറഞ്ഞാൽ ചാർട്ടിൽ ഒരു തെളിഞ്ഞു കാണാം. കഴിഞ്ഞ കുറച്ചു ആഴ്ചകളായി വിപണിയെ തടഞ്ഞു നിർത്തിയ തടസ്സങ്ങൾ ഇന്ന് നീങ്ങിയിരിക്കുന്നു. ഉയർന്ന വ്യാപാര തോത് ഈ മുന്നേറ്റത്തിന് കരുത്തേകുന്നു. ചരിത്രപരമായി നോക്കിയാൽ ഏപ്രിലിലെ ഈ കുതിപ്പ് ഒരു ദീർഘകാല മുന്നേറ്റത്തിന്റെ നാന്ദിയാകാം. 3 സെക്ടർ പ്രകടനം. മുന്നിൽ നിൽക്കുന്നത് ആർ? പ്രതിരോധം, ലോഹം, കോഡോത്, ബാങ്കിംഗ് മേഖലകളാണ് ഇന്ന് വിപണിയുടെ നട്ടെല്ലായി മാറിയത്. ഡിഫൻസ് സെക്ടർ. യുദ്ധഭീതി ഒഴിയുന്നു എന്ന വാർത്തകൾ വന്നതോടെ കൊച്ചിൻ ഷിപ്പ്യാർഡ്, കോച്ചിൻ ഗരാനരെ തുടങ്ങിയ ഓഹരികൾ 12% മുതൽ 17% വരെ കുതിച്ചുയർന്നു. നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ മുന്നേറ്റം മലയാളി നിക്ഷേപകർക്ക് ആവേശം നൽകുന്നതാണ്. ബാങ്കിംഗ് HDFC ബാങ്കും ഓഹരികളും വിപണിക്ക് ആവശ്യമായ അടിത്തറ നൽകി. ഫാർമ, കൺസ്യൂമർ ഡ്യൂറബിൾസ് വിഭാഗങ്ങൾ ഇന്ന് അല്പം മന്ദഗതിയിലായിരുന്നു. 4. വിപണിയിലെ ചലനങ്ങൾ. കട്ടേത്. ലാഭമുണ്ടാക്കിയവർ. ട്രെൻഡ് 7%, ഇൻഡിഗോ 6%, അദാനി പോർട്സ് 5.6%, ഭാരത് ഇലക്ട്രോണിക്സ് ബെൽ. നഷ്ടം നേരിട്ടവർ. ഡോക്ടർ റെഡ്ഡീസ്, സൺ ഫാർമ, ഭാരതി എയർടെൽ. ലാഭമെടുപ്പ് കാരണമാണ് ഈ ഇടിവ്. 5. നിക്ഷേപകരുടെ നീക്കങ്ങൾ. വിദേശ നിക്ഷേപകർ പണം പിൻവലിച്ച മാർച്ചിലെ സാഹചര്യം മാറി അവർ വീണ്ടും ഇന്ത്യൻ വിപണിയിലേക്ക് കണ്ണുവെക്കുന്നു. അതേസമയം നമ്മുടെ ആഭ്യന്തര നിക്ഷേപകർ വിപണിയെ ഒരു കവചം പോലെ താങ്ങി നിർത്തുന്നത് ശുഭസൂചനയാണ്. 6. ആഗോള സ്വാധീനം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന ആഗോള വിപണികളിൽ പോസിറ്റീവ് തരംഗം സൃഷ്ടിച്ചു. ഏഷ്യൻ വിപണികളായ നിക്കേ 4%, കോസ്പി 7% ഉയർന്നു. ക്രൂഡ് ഓയിൽ വില 100 കുറയ്ക്കുക. $105 താഴെ വന്നത് ഇന്ത്യയെപ്പോലൊരു രാജ്യത്തിന് വലിയ ആശ്വാസമാണ്. എന്നാൽ രൂപയുടെ മൂല്യം 93.30 രൂപ എന്ന നിലയിൽ ദുർബലമായി തുടരുന്നു. 7. ടെക്നിക്കൽ ഔട്ട്ലുക്ക്. അടുത്ത ലക്ഷ്യം. നിഫ്റ്റി ചാർട്ട് നൽകുന്ന സൂചനകൾ. പ്രതിരോധം 23,040, 23,400. ഇത് മറികടന്നാൽ പുതിയ റെക്കോർഡുകൾ പിറക്കും. പിന്തുണ 22,500, 22,300. ഇപ്പോൾ വിപണിയുടെ കരുത്തുറ്റ അടിത്തറയാണിത്. സൂചിക വിപണിയിൽ പോസിറ്റീവ് ഊർജ്ജം തിരികെ വന്നതായി വ്യക്തമാക്കുന്നു. 8. നാളത്തെ വിപണിയിൽ എന്ത് സംഭവിക്കാം? നാളെ വിപണിയിൽ ചെറിയൊരു തിരുത്തൽ ഉണ്ടായേക്കാം. എങ്കിലും നിഫ്റ്റി 22,600 നിലനിർത്തുന്നിടത്തോളം കാലം ഓരോ ഇടിവിലും ഓഹരികൾ വാങ്ങുന്ന തന്ത്രം തുടരാം. ആഗോള വിപണിയിലെ മാറ്റങ്ങൾ നാളത്തെ ദിശ നിർണ്ണയിക്കും. 9. വ്യാപാരികൾക്കുള്ള നിർദ്ദേശങ്ങൾ. ഇൻട്രാഡേ. നിഫ്റ്റി 22,750 മുകളിൽ തുടർന്നാൽ മാത്രം ലോങ് പൊസിഷനുകൾ എടുക്കുക. സ്വിംഗ് ട്രേഡ്. ഡിഫൻസ്, ഓട്ടോ ഓഹരികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. റിസ്ക് മാനേജ്മെന്റ്. വിപണിയിലെ ചാഞ്ചാട്ടം നിലനിൽക്കുന്നതിനാൽ കർശനമായ സ്റ്റോപ്പ് ലോസ് പാലിക്കുക. 10. സമാപനം. ചുരുക്കത്തിൽ പറഞ്ഞാൽ പുതിയ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കം ഐശ്വര്യപൂർണ്ണമാണ്. തടസ്സങ്ങൾ നീക്കി വിപണി കുതിക്കാൻ തയ്യാറെടുക്കുന്നു.
എങ്കിലും നിക്ഷേപകർ ആവേശം മൂത്ത് അമിതമായി പണം മുടക്കാതെ വിപണി താഴേക്ക് വരുമ്പോൾ ഗുണമേന്മയുള്ള ഓഹരികൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. മുന്നറിയിപ്പ്: ഓഹരി വിപണി നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ സാമ്പത്തിക ഉപദേശകനോട് സംസാരിക്കുക. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുമല്ലോ. നന്ദി.